ഇടുക്കി ഡാമില്ലാത്തൊരു കേരളത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയില്ല. ഡാമിന്റെ നിർമ്മാണത്തിന് മുമ്പ് ആ സ്ഥലത്തിന്റെ ചിത്രം പകർത്തിയ ക്യാമറ തൊടുപുഴയിലെ ലോയൽ സ്റ്റുഡിയോയിൽ ഉടമ നിഖിൽ ഇന്നും പൊടിപറ്റാതെ സൂക്ഷിക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ പകർത്തിയ ഇടുക്കിയിലെ ആദ്യ ഫോട്ടോഗ്രാഫറായ MJ ഫിലിപ്പിന്റെ ആ ക്യാമറയുടെയും വിശേഷങ്ങൾ കാണാം. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ച ഒരു ക്യാമറ, ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം ആദ്യമായി ചിത്രീകരിച്ച ഒരു ക്യാമറ, ആ ക്യാമറ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന ലോയൽ സ്റ്റുഡിയോയിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. തൊടുപുഴയിലെ ഈ ലോയൽ സ്റ്റുഡിയോയിൽ പഴയകാല ക്യാമറകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. ഇപ്പോൾ കണ്ട ചിത്രങ്ങൾ അത്രയും പകർത്തിയത് ഈ ഫീൽഡ് ക്യാമറയിലാണ്. കുന്നും മലകളും താണ്ടി ഇടുക്കിയിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫറായ MJ ഫിലിപ്പ് പകർത്തിയ ചിത്രങ്ങൾ. ഏറെ കൊതിച്ച ഫീൽഡ് ക്യാമറ വാങ്ങാൻ ജർമ്മനിയിലേക്ക് കപ്പൽ കയറിയ MJ ഫിലിപ്പ് നാട്ടിൽ തിരിച്ചെത്തി ആരംഭിച്ചതാണ് തൊടുപുഴയിലെ ലോയൽ സ്റ്റുഡിയോ. ഇവിടെ എത്തുന്ന ഏതൊരാളും ഇന്ന് ആ ചരിത്രങ്ങൾ അറിഞ്ഞേ മടങ്ങാറുള്ളൂ. ഈ ഇടുക്കി ഡാമിന്റെ പല സമയത്തും ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മളെ ഇവിടുന്ന് വിളിക്കുകയും നമ്മൾ അങ്ങനെ പല പ്രാവശ്യം ഇവിടുന്ന് പോയി ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറകൾ ഉപയോഗിച്ചെടുത്ത കുറവൻ കുറത്തിമലയുടെ ചിത്രങ്ങളാണ് അന്നത്തെ മലങ്കര സൂപ്രണ്ടായിരുന്ന WJ ജോൺ സർക്കാരിന് നൽകിയത്. പിന്നാലെയായിരുന്നു അതേ സ്ഥലത്തെ ഡാം നിർമ്മാണം. ഡാം നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളും MJ ഫിലിപ്പ് ക്യാമറയിൽ പകർത്തി. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തലച്ചുമടായി ചുമന്നു കൊണ്ടുപോയി അവിടെ പോയി ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോയാണ് എടുക്കാൻ പറ്റുള്ളൂ. ആ ഫോട്ടോ എടുത്തതിന് ശേഷം അതിവിടെ കൊണ്ടുവന്ന് ഇരുട്ട് മുറിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആദ്യത്തെ മലങ്കര സൂപ്രണ്ടായിരുന്ന WJ ജോൺ ആണ് നായാട്ടിന് പോയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ആ ഫോട്ടോ ആണ് സർക്കാരിലേക്ക് സമർപ്പിച്ച് അവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ ഡാം വരാനുണ്ടായ ഒരു സാഹചര്യം. അക്കാലത്തെ ഇടുക്കി ഡാമിന്റെയും സമീപ പ്രദേശങ്ങളുടെയും ഡാം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തി നൽകിയ ചെമ്പൻ കൊലുമ്പിന്റെയും അപൂർവ ചിത്രങ്ങളും ഈ ഫീൽഡ് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പഴയകാല ക്യാമറകളുടെ ഒരു വലിയ ശേഖരം തന്നെ തൊടുപുഴയിലെ ലോയൽ സ്റ്റുഡിയോയിലുണ്ട്. 3 തലമുറകളായി ഉപയോഗിച്ചു വരുന്ന ക്യാമറകൾ ഇതുവരെ കൈമാറ്റം ചെയ്തിട്ടില്ല. പണ്ട് തൊട്ടുള്ള ക്യാമറകൾ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ക്യാമറകൾ നമ്മളിവിടെ സൂക്ഷിച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലും ഞാൻ ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. അതുപോലെ ഫിലിം ക്യാമറയുടെ കാലഘട്ടത്തിലും ഡിജിറ്റൽ യുഗത്തിലും ഈ 3 കാലഘട്ടത്തിലൂടെയും സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പഴമയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്ന ലോയൽ സ്റ്റുഡിയോ തേടി സിനിമാക്കാരും എത്തിയിട്ടുണ്ട്. പാവാട, മിന്നൽ മുരളി ഉൾപ്പെടെ നിരവധി സിനിമകളുടെ ലൊക്കേഷനായും ഈ സ്റ്റുഡിയോ മാറിയിട്ടുണ്ട്. കളമൊഴിഞ്ഞ പഴയകാല ക്യാമറകൾ കാണണമെങ്കിൽ തൊടുപുഴയിലെ നിഖിൽചേട്ടന്റെ കടയിലേക്ക് എത്തിയാൽ മതി. കഥകളും ചരിത്രവും അനവധി പറയാനുണ്ട് തൊടുപുഴക്കാരുടെ തട്ടിൻപുറത്തെ ലോയൽ സ്റ്റുഡിയോയ്ക്ക്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.